അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ. പഠിച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ റസൂലിനും അള്ളാഹുവിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്റ്. ഈ ഒരു ദിക്റ് തസ്ബീഹ് നിസ്കരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാത്തവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ മഹത്വം അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നമ്മുടെ ഇടയിലുള്ള പലർക്കും അറിയില്ല. നമുക്ക് എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും എത്ര വിഷമങ്ങളുണ്ടെങ്കിലും എത്ര വലിയ രോഗം കൊണ്ടാണെങ്കിലും നമുക്ക് ചില സമയങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം. ആ സമയത്ത് ഏത് ഡോക്ടറെ കാണിക്കണം എന്ന് പോലും ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷനാണ് അല്ലേ. അതേപോലെ തന്നെയാണ് ഖുർആനിൽ തന്നെ നമുക്ക് എല്ലാ രോഗത്തിനുള്ള എല്ലാ വിഷമത്തിനുള്ള മരുന്നുകളും പടച്ച റബ്ബ് നമുക്ക് അത്ര കാലം മുന്നേ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ, ചിലർക്കൊന്നും അതിൻ്റെ മഹത്വങ്ങൾ അറിയില്ല. നമ്മൾ തസ്ബീഹ് നിസ്കരിക്കുമ്പോൾ സുജൂദിലും റുക്കോയിലും എത്തിദാലിലും ഒക്കെ ഈ ഒരു ദിക്റാണ് ചൊല്ലുക. ദിക്ർ ഏതാണെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ഒരു തസ്ബീഹിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് പടച്ച റബ്ബിനും അള്ളാഹുവിൻ്റെ മുത്ത് റസൂലിനും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ദിക്റാണ്. ഈ ഒരു ദിക്റ് വർദ്ധിപ്പിച്ചാൽ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മളെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളെ വിജയത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ചൊല്ലാം. ഇരു ലോകത്തും നമുക്ക് നഷ്ടമൊന്നുമില്ല. 27 ഇരട്ടി ലാഭം നമുക്കിതുണ്ടാവും ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ കേട്ടോ. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ 4 ദിക്റുകൾ ഇതാണ്. ഏത്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഖുർആനിൽ ഒരിക്കലും കള്ളം പറയില്ല. ഖുർആനിലെ നമുക്ക് വിശ്വസിക്കാം. ചിലർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും ഇത് ഉള്ളത് തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. കാരണം ഖുർആനിൽ വന്നിട്ടുള്ളൊരു ദിക്റാണ്. ഈ 4 ദിക്റുകളും ഖുർആനിൽ വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഐശ്വര്യം വർഷിക്കാനും പിന്നെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും മുറാദ് ഹാസിലാവാനുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു തസ്ബീഹ് ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 101 തവണ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 101 തവണ 7 ദിവസം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ഒരു ആവശ്യം പടച്ച റബ്ബ് നിങ്ങൾക്ക് നിറവേറ്റി തരും. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ. ഒരുപാട് പേർക്ക് ഞാൻ ആരെയും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇതിൽ ഞാൻ മറ്റുള്ളവരുടെ സ്ക്രീൻഷോട്ടും ഞാൻ ഇനി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. എനിക്ക് തന്നെ ജീവിതത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളും രോഗം കൊണ്ടൊക്കെ വല്ലാതെ ഇടങ്ങേറാവുന്നുണ്ടെങ്കിൽ, കുടുംബത്തിൽ മനസ്സമാധാനമൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ദിക്റിനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ ഒരു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ദിക്റിനെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 101 തവണ പടച്ച റബ്ബിൽ അള്ളാഹുവിൻ്റെ മുത്ത് റസൂലിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ഖുർആനിൽ വിശ്വസിച്ചിട്ട് നിങ്ങളിത് ചെയ്തു നോക്കി. ഇൻഷാ അല്ലാഹ് എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും പടച്ച റബ്ബ് നിങ്ങൾക്കതിനൊരു സമാധാനം തരും, നിങ്ങൾക്കതിനൊരു ആശ്വാസം തരും. ഇൻഷാ അല്ലാഹ് ഖുർആനിൽ വന്നിട്ടുള്ള 4 ദിക്റിനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ പാപങ്ങൾ പൊറുക്കും. ഇതുകൊണ്ട് 27 ഇരട്ടി പ്രതിഫലം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഇത് ചൊല്ലുമ്പോൾ ആകാശത്ത് നിന്ന് പഠിച്ച റബ്ബ് നിങ്ങളെക്കുറിച്ച് അനുസ്മരിക്കും. നിങ്ങളെ പ്രയാസം എന്താണ് ആ പ്രയാസത്തെ തീർത്ത് തരും. ഇൻഷാ അല്ലാഹ് അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കിത് ഉപകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉപകരിക്കും. ഇൻഷാ അല്ലാഹ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് എന്നെയും കൂടെ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റബീഉൽ അവ്വൽ 12 മുത്ത് റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ദിക്ർ ചൊല്ലി നിങ്ങൾ ദുആ ചെയ്തോളി. പടച്ച റബ്ബ് എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും എല്ലാവർക്കും മാറ്റിത്തരട്ടെ. എത്ര വലിയ മുറാദാണെങ്കിലും ഏറ്റവും ചെറിയ കുഞ്ഞു ആഗ്രഹമാണെങ്കിലും പടച്ച റബ്ബ് സാധിച്ചേട്ടെ. നമുക്കൊരു 3 തവണ ഈ ഒരു ദിക്റിനെ ചൊല്ലാം. റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റല്ലേ. ഇൻഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.